കുറേ നാൾ അവിടെ എവിടെയും കറങ്ങി നടന്നു. നാട്ടിലോട്ട് വരാൻ തന്നെ പേടിയായിരുന്നു. വന്നപ്പോൾ ആദ്യം പോയത് നീ നിന്നിരുന്ന ഓർഫനേജിലാണ്. പക്ഷേ ഞാൻ എത്ര ചോദിച്ചിട്ടും മോൾ എവിടെയാണ് ഉള്ളതെന്ന് അവരെന്നോട് പറഞ്ഞില്ല. എന്നാലും എവിടെയെങ്കിലും വെച്ച് നിന്നെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ചാണ്ടി സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അടുത്തോട്ട് വരാതിരുന്നത്. എന്തായാലും നീ നന്നായിരിക്കുന്നുണ്ടല്ലോ, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഏട്ടാ അപ്പ ദുബായിലാ, 2 ദിവസം കഴിഞ്ഞ ഉടനെ വരും. കണ്ടിട്ട് പോയി പോരെ. പപ്പ വരട്ടെ, എന്നിട്ട് ഇങ്ങനെ വരാം. ഇപ്പം ഇറങ്ങട്ടെ. സി യു മോളെ. ഓക്കെ. ഹലോ അപ്പ. മോളെ സുഖാലേ? അപ്പ എന്നാ വരുന്നേ? ഞാൻ 20th നിനക്കെല്ലാം വാങ്ങണോ? ഇല്ലില്ല, വേന്ന് വാ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? വാന്നേ, വന്നിട്ട് പറയാം. ഓക്കേ, ബൈ ബൈ. ശരി. എന്താ ഏട്ടാ? രാവിലെ റൂം വെക്കേറ്റ് ചെയ്തിരുന്നു. തിരിച്ചു ചെന്നപ്പോൾ ഒരു രക്ഷയില്ല. സീസണല്ലേ മോളെ, എല്ലാം ഫുള്ളായി. ഞാൻ മാത്രമല്ല, വാ. റൂം നോക്കി കറങ്ങുന്നതിനിടയ്ക്കാണ് ഇവരെ കണ്ടത്. എൻ്റെ ഫ്രണ്ടും വൈഫുവാ, ഹണിമൂണാ. ഏട്ടാ, ഞാനത് ഇതുവരെ ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പ വന്നിട്ട് പ്ലീസ്, ഇവിടെ നല്ല ടയർഡാ മോളെ. ഈ കുട്ടി എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. ഇന്നൊരു രാത്രി മാത്രം. നാളെ എന്തായാലും റൂം റെഡിയാവും. അയ്യോ, കഴിച്ചു തീർക്കല്ലേ, നല്ല ബീഫുണ്ട്. നല്ല കൂർക്ക ഇട്ട ബീഫാ കൊച്ചേ. ഇതൊക്കെ പഠിച്ചോണം കേട്ടോ. ഇതിൽ ബീഫിലോ കൂർക്ക മാത്രമല്ലല്ലോ. ബീഫ് മുഴുവനും ഞാൻ തിന്നു. കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്ക്. എല്ലാം റെഡിയായി. ഇനി പപ്പടം കൂടെ കാച്ചിയാ മതി. വേണോട്ടെ, പപ്പ വരാറായി. അല്ല, സാറ് ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നല്ലേ, പിന്നെ ഇന്നെന്താ ഒരു പ്രത്യേകത? ഇന്ന് പപ്പയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. പപ്പയ്ക്ക് മാത്രമല്ല, താങ്കൾക്ക്. അതെന്താ? പറ കൊച്ചെ, പറ. പപ്പയും കൂടെ വരട്ടെ. പോയി പപ്പടം കാച്ച്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. എറണാകുളം ചെല്ലാനം സ്വദേശി എബിനാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. എബിന്റെ ഭാര്യ റൂബിയെ ഗുരുതര പരിക്കേറ്റതോടെ ആശുപത്രിയിൽ. ഈ എബിനെ ആരോ ക്രൂരമായി കൊലപ്പെടുത്തി ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവരികയായിരുന്നു. അയാളുടെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട് സാർ? അയാളുടെ ഭാര്യയും ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട്. വന്യജീവികളൊക്കെ ധാരാളം ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. ഏതോ ഒരു മൃഗം കുട്ടിയെ ആക്രമിച്ചിട്ടുണ്ട്. മോളെ, ഇത് ഇവിടെ വന്ന ആ പയ്യനല്ലേ? എന്തെങ്കിലും തെളിവിട്ടുണ്ടോ സാർ? ഇതുവരെയും പോലീസിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മോളുടെ ആരാന്ന് പറഞ്ഞേ? മൂന്നാർ ടൗണിൽ നിന്നും 25 കിലോമീറ്റർ ദൂരെയുള്ള വനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മുൻപ് സമാനമായ പെൺകുട്ടികളുടെ മൃതദേഹം ഇവിടെ നിന്ന്. അതിന്റെ അന്വേഷണം എങ്ങുമെത്താതിരിക്കുകയാണ്. വീണ്ടും തുറക്ക്. എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊന്നുമല്ല സാറേ, ഇന്ന് മോളുടെ കുക്കിംഗ് ആയിരുന്നു. സാറിന് ഇഷ്ടപ്പെട്ട ചെമ്മീനും മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണോ? താങ്ക് യു ഡിയർ. പപ്പയ്ക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ റെഡിയായിട്ട് ഇപ്പൊ വരാം. എല്ലാം ശരിയാക്കി വെച്ചു. മോളെ, ഇവിടെ ആരും വന്നിട്ടുമില്ല, നമ്മൾ ആരെയും അറിയത്തുമില്ല. മനസ്സിലായല്ലോ? വെറുതെ എന്തിനാ ഓരോ കൊല്ലാപ്പോ.